ദൈവത്തെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവഭയം അവിടത്തോടുള്ള സ്നേഹത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ മനസ്സിന്, അവിടുത്തെ സ്നേഹത്തിന് ഇണങ്ങാത്തതൊന്നും നാം ചെയ്യുകയില്ല. അതാണ് ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുക എന്നത് പേടിച്ചു മാറുക എന്നതല്ല, ദൈവത്തെ സ്നേഹിക്കുക എന്നതിന് തുല്യം. ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ഒക്കെ ആവോളം ആസ്വദിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങളിലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ കടമയുണ്ട്. നാം കടപ്പെട്ടിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കി നാം ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവഭയത്തോടെ, ദൈവസ്നേഹത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.